അടുത്തൊരു സംഗതിയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട്. ഒരു സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഒന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നോക്കും, ഇത് നമ്മുടെ സർക്കുലർ ലൂപ്പ് അല്ലേ? സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ടാണ്. ഇതിൽ കുറേ കൊച്ചു കൊച്ചു എലിമെന്റ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പം ഇതൊരു എലിമെന്റ്, ഇതൊരു എലിമെന്റ്, ഇതൊരു എലിമെന്റ്, ഇതൊരു എലിമെന്റ്, അങ്ങനെ ആവശ്യം പോലെ കൊച്ചു കൊച്ചു സ്ട്രെയിറ്റ് എലിമെന്റ്സ് ഇതിനകത്ത് കാണും അല്ലേ? ഇപ്പൊ ഈ ഓരോ എലിമെന്റ് വഴിയും കറണ്ട് പോവാണ്. അപ്പൊ ഈ ഓരോ എലിമെന്റിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതെങ്ങനെ അറിയും? ഒരു കൊച്ചു എലിമെന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ പോലെയാണ്. അതിനെ പിടിച്ചു, തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ വെച്ചു, കേളി ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നു. ഇങ്ങനെയാണ് കണ്ടത്, അതാണ്ട് ഇങ്ങനെ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഇനി തൊട്ടപ്പുറത്ത് അറിയണമെങ്കിൽ അവിടെ കറണ്ട് പോയത് അങ്ങനെയല്ലേ? അപ്പൊ എലിമെന്റ് അങ്ങനെയല്ലേ? അപ്പൊ അവിടെ പിടിച്ചു, ഇതാ തമ്പ് അങ്ങോട്ട് വെച്ചു, കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. ഇനി ഇവിടുത്തെ അറിയണം, ഇവിടുത്തെ അറിയണം. ഇവിടെ എന്ത് ചെയ്യുക? പിടിച്ചു, അപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എവിടെ വേണോ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇതൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, ഇതിനെ വരയ്ക്കുകയാണ്, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന പടമാണ് വരയ്ക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നതല്ല, ഇങ്ങനെ ഇരിക്കുന്ന പടമാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ് ഇരിക്കുന്നത്. നോക്കൂ, അപ്പൊ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. ഇതിലൂടെ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കറണ്ട് പോകുന്നു നമ്മുടെ ഇതിൽ പോലെ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു ആക്സിസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ആക്സിസ് എടുക്കാം. ഇനി നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ കിട്ടുമെന്ന് പറയും? പിടിക്കുക, ഇങ്ങനെ. ഓക്കെ, അപ്പൊ അത് ഞാൻ വരയ്ക്കാം. നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. ഇതിന്റെ ഡയറക്ഷൻ കൂടെ കൊടുക്കണം, തോന്നിയതുപോലെ വെച്ചാൽ പോരാ. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഇപ്പുറത്ത് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ അവനും ഇങ്ങനെയാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഇരിക്കും. ഇനി ഇവിടെ വരച്ചാലോ നമ്മുടെ സാധനം തന്നെയാണ്. അപ്പൊ കറണ്ട് ഇപ്പൊ ഇങ്ങനെയാണ്. ഇവിടെ ഈ സൈഡിൽ കറണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ. അപ്പൊ എങ്ങനെ വരയ്ക്കും പറഞ്ഞോ? ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ അല്ലേ? അപ്പൊ ഇനിയും കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോവാ. ഓക്കെ, ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് മതി, ഇങ്ങനെ മതി, പോരെ? ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അടുത്ത് വീണ്ടും ഒരെണ്ണം കൂടെ വരച്ചോ, ഇതായിരിക്കും. ഓക്കെ, അടുത്ത് ഇവിടെയും വരച്ചോ ഫീൽഡ് ലൈൻസ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി സെന്ററിൽ കൂടെ ഒരെണ്ണം ഇങ്ങനെ വരച്ചേരേ. ഓക്കെ, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ ഇത് നമ്മൾ 10th പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ലോജിക്ക് പറയണോ? സി ദ സർക്കുലർ ലൂപ്പ് ക്യാൻ ബി divided into small current elements, straight current elements. Then see, this is one such element. How will you find the direction of magnetic field? Just hold it with the thumb in the direction of that element, current in the element. Then the other fingers represent the direction of magnetic field. So in this way, around each element you can find the magnetic field line. So it is traced here. So this shows the magnetic field lines due to a circular loop of current. Direction ഒന്നും തെറ്റിക്കരുത് കേട്ടോ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നേരെ നോക്കണം. നമ്മുടെ സർക്കുലർ ലൂപ്പ് ഇങ്ങനെയല്ലേ? സർക്കുലർ ലൂപ്പാണ്. അതിൽ കറണ്ട് പോയത് എങ്ങനെയാ? ഈ ഡയറക്ഷനിലാണല്ലോ. ആണ്. അപ്പൊ ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതല്ലേ? ആക്സിസ് ഇതല്ലേ? ഈ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇതാ മേലോട്ടല്ലേ പോയിരിക്കുന്നത്? അപ്പൊ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സൂക്ഷിച്ച് നോക്കൂ, എങ്ങോട്ടാ പോയിരിക്കുന്നത്? മേലോട്ട്. മനസ്സിലാവത്തോട് വേണ്ടി. സോ ദിസ് ഈസ് എ സർക്കുലർ ലൂപ്പ്, നോ ഡൗട്ട്. ദിസ് ഈസ് എ സർക്കുലർ ലൂപ്പ് carrying current. Then see, this is the axis. See, axis, this is axis, no doubt. So this is axis. ഇങ്ങനെയാണ് ആക്സിസ് ഇരിക്കുന്നത്. See, the magnetic field is along the axis upwards in this picture. Am I right? See, current is like this. Current is like this. Is it clear? So how will you find the direction of magnetic field along the axis? This is my question. How will you find
the direction of magnetic field along the axis. So I want the direction. For that I use a rule. So it is a right hand thumb rule. Which rule I should use? So to find the magnetic field along the axis, to find the magnetic field along the axis of circular loop of current, which rule should I use? Right hand thumb rule. So for that, see, this is your circular loop. This is your circular loop. This same loop, the same loop, circular loop. It is carrying current in this direction. See, miniature form. So this is the original one. This is a miniature form. So this is the direction of current. So this is a loop, miniature one. See, current is like this. You hold your circular loop in the right hand with the curly fingers in the direction of current. See, hold it with the curly fingers in the direction of current. Then you see the thumb. Thumb is pointing upwards. So it is a direction of magnetic field along the axis. So what is a direction of magnetic field along the axis? Upwards in this case. So once again, for our understanding, this is a original loop. Okay. So this is a original loop. The current is like this. Current is like this. Say, this is a child of this. Okay. So this is a child. So then miniature form. Say, current is like this. Current is to that side. Then I want to find what is the direction of magnetic field along this axis. So what shall I do? I hold this in right hand with the curly fingers in the direction of current. Curly fingers in the direction of current. Then you see the stretched thumb. Thumb is indicating upwards. See, it is a direction of magnetic field along the axis. Is it clear? So how will you calculate the direction of magnetic field along the axis of a circular loop of current? See, how will you find? By using a right hand thumb rule. Imagine holding the current carrying conductor in right hand with the curly fingers in the direction of current. Then the stretched thumb gives the direction of magnetic field. കുളമാക്കരുത്. നേരത്തെയുള്ള ഇതിനകത്ത് കറണ്ടിനെ കാണിക്കാൻ തമ്പിനെയാണ് യൂസ് ചെയ്തത്. ഓക്കെ, സെയിം റൂളാണ് ഉപയോഗിച്ചത്. ഇനി അവിടെ കറണ്ടിനെ കാണിക്കാൻ തമ്പാണ്, കേളി ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ. അത് ഏതിന്റെ കേസിൽ? സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ കേസിൽ. ഇവിടുത്തെ കേസിൽ സർക്കുലർ ലൂപ്പ് ഓഫ് കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് കണ്ടുപിടിക്കാൻ ഏത് റൂൾ എന്ന് ചോദിച്ചാൽ സെയിം റൂൾ. പക്ഷെ ഇവിടെ കേളി ഫിംഗേഴ്സ് കറണ്ടിനെ കാണിക്കുന്നു, തമ്പ് എന്തിനെ കാണിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസിനെ കാണിക്കുന്നു. ഇല്ലാതാക്കരുത്. സോ ലിസൺ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതൊരു ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ആണ്. ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി ഏത് റൂൾ ഉപയോഗിക്കാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പൊ പിടിക്കുക, തമ്പ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കണം, കേളി ഫിംഗേഴ്സ് റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അടുത്തേതാണ് സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറണ്ട്. ഇതിന്റെ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഏത് റൂൾ? സെയിം റൂൾ. യു ഹോൾഡ് ഇറ്റ് വിത്ത് കേളി ഫിംഗേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, then the stretched thumb gives the direction of magnetic field along the axis. Is it clear? See, what is the rule? See, which rule will you use to find the magnetic field along the axis of a circular loop of current? It is right hand thumb rule. Imagine holding the current carrying circular loop in right hand with the curly fingers in the direction of current. Then the stretched thumb gives the direction of magnetic field along the axis. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ സർക്കുലാർ ലൂപ്പിന്റെ ഡെറിവേഷൻ ചെയ്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സർക്കുലാർ ലൂപ്പിന്റെ ഡെറിവേഷൻ പഠിച്ചവരാണ്. നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത്? നിങ്ങൾ നോക്കൂ, ഇതല്ലായിരുന്നോ ഡയറക്ഷൻ ഓഫ് കറണ്ട്? ഇതല്ലേ ഡയറക്ഷൻ ഓഫ് കറണ്ട്? ഇങ്ങോട്ടാണ് കറണ്ട്. അപ്പൊ ഈ ലൂപ്പിന് ഏത് ഹാൻഡിൽ പിടിക്കുക? റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. കേളി ഫിംഗേഴ്സ് ഇത് കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടി. അങ്ങോട്ടല്ലേ തമ്പ് കാണിക്കുന്നേ? അങ്ങോട്ടാണ് ഈ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയല്ലേ കിട്ടിയത് നമുക്ക്? പോയിന്റ് പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടല്ലായിരുന്നോ? ഇനി എനിക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്യും? പറയും, ഇവിടുത്തെ കണ്ടുപിടിക്കണം. പറയും, പിടി, കറണ്ടിന്റെ ഡയറക്ഷനിൽ ഇത് പിടി, അങ്ങോട്ട്. അപ്പൊ എവിടെയായാലും ഈ ആക്സിസിൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ പോയിന്റ് ആയാൽ അങ്ങോട്ട്, ഇവിടെ പോയിന്റ് ആയാൽ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഈ ആക്സിസിൽ, ഈ കേസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് എന്തിന്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ടു യു? സോ മൈ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഫൈൻഡ് the direction of magnetic field around straight conductor carrying current? By using right hand thumb rule. Imagine holding the current carrying conductor in right hand with the thumb in the direction of current. The curly fingers represent the direction of magnetic field lines or magnetic field. Then how will you find the direction of magnetic field due to a circular loop of current? Imagine holding the current carrying circular loop in right hand
with curly fingers in the direction of current, then the stretched thumb gives direction of magnetic field along the axis. Is it clear to you? അടുത്തിലേക്ക് പോട്ടെ. നമ്മളിപ്പോ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിന്റെ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ റൂൾ പഠിച്ചു. ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ശരിയല്ലേ? നമ്മൾ പഠിച്ചു. ദാണ്ടെ ഇത് നമ്മുടെ കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പ് ആണെങ്കിൽ ഇതിന്റെ ആക്സിസ് വഴിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച റൂൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. പിടിച്ചു, കണ്ടുപിടിച്ചു. ഓർമ്മയുണ്ട്? ഇനി ഇതേ സംഭവം കണ്ടുപിടിക്കാൻ ഈ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അടുത്തൊരു റൂളാണ് ക്ലോക്ക് റൂൾ. അപ്പോൾ ഇതെന്താണ് സാധനം? കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. ഇതിൽ കറണ്ട് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ആക്സിസ് ആണിത്. ഈ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള അടുത്ത റൂൾ പറയാൻ പോവാണ്. റൂളിന്റെ പേര് ക്ലോക്ക് റൂൾ. അപ്പോൾ ഞാൻ നോക്കി, ഞാൻ ആ കറണ്ട് ക്യാരിയിങ് ലൂപ്പിലേക്ക് തുറിച്ചു നോക്കിയപ്പോ അതിൽ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. കറണ്ട് പോകുന്നത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ? ഇത് ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പൊ കറണ്ട് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, കറണ്ട് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, കറണ്ട് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പടം വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ചോ? ഇതാ കണ്ടോണ്ടിരിക്കൂ. ഇതാ ഇങ്ങനെ വരച്ചു, കണ്ടോ? ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ തന്നെ കാണിച്ചു, കണ്ടോ? കറണ്ടിന്റെ ഡയറക്ഷൻ തന്നെ കാണിച്ചു. ഇനി ഞാനിവിടെ ഇങ്ങനെ വരച്ചു. എന്തെങ്കിലും തോന്നുന്നോ? ആ ഇവിടെ എന്താണ് കിട്ടിയത്? ഒരു എൻ പോലെ ഒരു ലെറ്റർ കിട്ടിയത് കണ്ടോ? അപ്പൊ എൻ പോലെ കിട്ടി. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഞാൻ ലൂപ്പിലേക്ക് നോക്കിയപ്പോ അതിലെ കറണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. കറണ്ട് ഏത് ഡയറക്ഷനിലാണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ഈ എൻഡില്ലേ, അത് നോർത്ത് പോളാണ്. എന്താണ്? നോർത്ത് ആണ്. അപ്പൊ ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പിന്റെ ഈ എഡ്ജ് നോർത്ത് ആണ്. അപ്പൊ മറ്റേ എഡ്ജ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. അപ്പൊ നോർത്ത് സൗത്തും അറിയാമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചൂടെ? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് ആര്? ഇത് നോക്കൂ, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു സർക്കുലാർ ലൂപ്പാണ്. നിനക്കത് തോന്നുന്നില്ലേ? നോക്കൂ, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു സർക്കുലാർ ലൂപ്പാണ്. ഇതിൽ കൂടെ കറണ്ട് പോകുന്ന കണ്ടോ? കറണ്ട് പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. നോക്കൂ, ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഈ എഡ്ജിനെയാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഈ എഡ്ജിനെ അവിടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറണ്ട് ഇങ്ങനെയാണെന്ന്. ഓക്കെ, കറണ്ട് ഇങ്ങനെയാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? കാണാൻ പറ്റുമോ കറണ്ടിനെ? അങ്ങനെയാണെങ്കിൽ കൊള്ളായിരുന്നല്ലോ. കറണ്ടിനെ കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ കറണ്ട് ഉണ്ടോ എന്ന് അറിയും? അപ്പൊ നമുക്ക് ഈ ലൂപ്പ് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഇതിന് എത്ര എൻഡ് ഉണ്ട്? 2 എൻഡ് ഉണ്ട്. അപ്പൊ ഏതെന്റാണ് പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്, ഏതെന്റാണ് നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇതിൽ കൂടെ കറണ്ട് എങ്ങനെ പോകും നമുക്കറിയാം. അല്ലാതെ നോക്കുമ്പോ എനിക്ക് കറണ്ട് കാണാൻ പറ്റുമോ? എനിക്ക് അടിപൊളിയായിരുന്നില്ലേ? സൊല്യൂഷൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിലൂടെ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന, ഞാനിപ്പോ ഈ ടച്ച് ചെയ്യുന്ന ഈ സ്ഥലം ഇവിടം നോർത്ത് ആയിരിക്കും. അപ്പോൾ ഇമാജിൻ ഫേസിംഗ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. Imagine facing the current carrying conductor. So imagine facing the current carrying conductor. If the current at that end is anti-clockwise, then that end will be what? North. Then the other side will be what? South. That automatically okay. So listen. Imagine facing the current carrying loop. Imagine facing the current carrying loop. If the current at that end is anti-clockwise, that end will be north. ഇനി നമ്മൾ കറണ്ട് ക്യാരിയിങ് ലൂപ്പിലേക്ക് നോക്കിയപ്പോഴേ കറണ്ട് അങ്ങനെ അല്ലായിരുന്നു. കറണ്ട് ഇങ്ങനെയായിരുന്നു. നോക്കൂ, ഇങ്ങനെയായിരുന്നു. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരുന്നു. ഇങ്ങനെയായിരുന്നു. നിങ്ങൾ കണ്ടോ? കറണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പൊ കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോക്കൂ, ഞാനിവിടെ ഇങ്ങനെ വരച്ചോട്ടെ. കറണ്ട് ക്ലോക്ക് വൈസ് ആണ് അല്ലേ? കറണ്ട് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഒരു എസ് കിട്ടൂലേ? ഇപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ടിനെ ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ഈ എൻഡ് സൗത്ത് ആയിരിക്കും. ഏതായിരിക്കും? സൗത്ത്. മനസ്സിലായില്ല? എടാ, ഇതാര്? കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. അതിനെ ഞാൻ തുറിച്ചു നോക്കിയപ്പോ ഈ ഞാനിപ്പോ ഈ ടച്ച് ചെയ്യുന്ന സ്ഥലത്തെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ എനിക്ക് മനസ്സിലായി. എങ്ങനെയാ കറണ്ട് പോകുന്നത്? ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഞാനിപ്പോ ഈ തടവിയ സ്ഥലം എന്തെന്നാണ്? സൗത്ത് ആണ്. ഓക്കെ, സോ ഈ റൂളിനെ പറയുന്ന പേരാണ് എന്തോന്ന്? ക്ലോക്ക് റൂൾ. അപ്പൊ എന്തിനാണ്? ഒരു കറണ്ട് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിന്റെ പൊളാരിറ്റി
അതിന്റെ എവിടമാണ് നോർത്ത് എവിടമാണ് സൗത്ത് എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ്. സോ ഹൗ വിൽ യു ഫൈൻഡ് the polarity of a current carrying circular loop? How will you find the polarity of a current carrying circular loop? Means how will you find the north pole and the south pole of a current carrying circular loop? Imagine facing the current carrying circular loop. If the current at that end is what? Anti-clockwise, that end will be north. Then if the current at that end is clockwise, that end will be south. Okay, how will you find the polarity? How will you find the north and south of a current carrying circular loop? So by using clock rule. Imagine facing one end of a current carrying circular loop. If the current at that end is anti-clockwise, that end will be north. If the current is clockwise, that end will be south. Is it clear? മറക്കരുത്. നോക്കൂ ഗൗരി, നോർത്തിലെ ആന്റിയെ മറക്കരുത്. നിന്റെ വീടിന്റെ നോർത്ത് സൈഡിൽ ആന്റി താമസിക്കുന്നില്ലേ? ആന്റിയെ മറക്കരുത്, പാവ ആന്റിയാണ്. സോ ലിസൺ, അപ്പൊ ആന്റിയെ മറക്കരുത്. ഇപ്പൊ നോർത്ത് ആന്റി. ഓക്കെ, അപ്പൊ ഇഫ് ദ കറന്റ്, ഇമാജിൻ ഫേസിംഗ് ദ കറന്റ് ക്യാരിയിങ് ലൂപ്പ്, then imagine facing the current carrying loop. If the current at that end is anti-clockwise, that end will be north. മനസ്സിലായോ? Then if it is clockwise, that end will be south. നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. ഇനി ഒരു സ്പെഷ്യൽ കേസാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ കേസാണ്. നിങ്ങൾക്ക് ഇവിടെ രണ്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്സ് കാണാം. കോൺസെൻട്രിക് ആയിട്ടുള്ള രണ്ട് റിങ്സ് കാണുന്നുണ്ടല്ലോ, രണ്ടിന്റെ സെന്റർ സെയിം ആണ്. ഇനി ഈ രണ്ടിലും കറണ്ട് പോവാണ്. ഇപ്പൊ ഇതിലെ കറണ്ട് ഐ, ഇതിലെ കറണ്ടും ഐ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടിലും കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് എനിക്ക് അറിയേണ്ടത്. നോക്കൂ, നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. നമ്മുടെ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണിത്. ഇതിൽ കറണ്ട് പോകുന്നത് നോക്കൂ, ഇതിൽ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണല്ലേ. ഇപ്പൊ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ പോരെ. പിടിക്കുക ഇങ്ങോട്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ ഈ ഫസ്റ്റ് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ്, അതിലെയും കറണ്ട് അങ്ങനെ തന്നെ അല്ലേ. അപ്പൊ അതിനെയും പിടിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ. അപ്പൊ ഇത് ഫസ്റ്റ് ഇന്നർ റിംഗ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് സെന്ററിൽ വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്, ഔട്ടർ റിംഗ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ ഈ സെന്ററിൽ വരുന്നത് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. സോ അപ്പൊ രണ്ടും ഒരേ ഡയറക്ഷനിൽ. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു B1 പ്ലസ് B2 എടുത്താൽ മതി. അപ്പൊ B ഈസ് ഈക്വൽ ടു ഒരെണ്ണം കാരണമുള്ള ഇക്വേഷൻ എന്താണ്? μ0 I. ഒരെണ്ണം കാരണമുള്ള ഇക്വേഷൻ എന്താണ്? μ0I/2R എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആദ്യത്തെ എന്താണ്? μ0I/2. ആദ്യത്തെ റേഡിയസ് നമുക്ക് R ഉണ്ടെന്ന് വിളിക്കാം, 2R1 പ്ലസ് അടുത്തവൻ്റെ എന്താണ്? μ0I/2R2 എന്നാണ്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ രണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാവാത്തവർക്കുണ്ട് ഒന്നും കൂടെ. സി, ഇതാണ് നിങ്ങളുടെ സർക്കുലാർ ലൂപ്പ്. അതിൽ കൂടെ കറണ്ട് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. നിങ്ങൾ കണ്ടല്ലോ, ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടല്ലോ. ഇങ്ങനെയാണ് കറണ്ട്. അപ്പൊ ഇതിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് അറിയാൻ ഇതിനെ പിടിക്കുക ഇങ്ങോട്ട്. അപ്പൊ ഈ ഇന്നർ റിംഗ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്ക്, ഔട്ടർ റിംഗ് കാരണമുള്ളതും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നതും നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ എങ്ങനെ കാണും? ഇക്വേഷൻ എന്താണ്? റിംഗ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അടുത്ത സെന്റർ എന്താണ്? μ0I/2R എന്നാണ്. അപ്പൊ μ0I/2R1. ഇനി പ്ലസ് ഇത് കാരണമുള്ളത് μ0I/2R2 എന്നാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ രണ്ടും ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഇതിലെ ഒരു കറണ്ട്, ഇത് I, ഇതിലെ കറണ്ട് I. ഓക്കെ, അപ്പൊ ഇതിലെ ഞാനിപ്പോ ഒരു കറണ്ട് I1 ആണെന്നിരിക്കട്ടെ, ഈ കറണ്ട് I2 ആണെന്നിരിക്കട്ടെ. റേഡിയസ് R1ഉം R2ഉം അല്ലെങ്കിൽ പോട്ടെ, I തന്നെ ഇരുന്നോട്ടെ നിങ്ങളുടെ സന്തോഷത്തിന്. ഇപ്പൊ രണ്ട് കറണ്ടും I തന്നെയാണ്, പക്ഷേ ഈ സെക്കൻഡിലെ കറണ്ട് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ പറയണം. നിങ്ങൾ പറയൂ, മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ μ0I/2R എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണം. ഇന്നർ കാരണം സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്താ വഴി? പിടിക്കുക നിങ്ങളുടെ അടുത്തേക്ക്. സോ പറയൂ, μ0I/2R1 നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ ഇതാണ് R1. ഇനി അടുത്ത് പ്ലസ് അടുത്ത പറയുക, ഔട്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം അല്ലേ?
ഔട്ടറിൽ കറണ്ട് പോകുന്നത് തിരിച്ചാണ്, ഇങ്ങോട്ടാണ്. അപ്പൊ പറയൂ, മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പിടിക്കൂ. കറണ്ട് പോകുന്ന ഡയറക്ഷനിലല്ലേ പിടിക്കാൻ പറ്റൂ. ഇങ്ങനെ പിടിച്ചു, അങ്ങോട്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇതിനെ നമുക്ക് എൻ ക്യാപ്പ് ഇടാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അപ്പൊ അടുത്തതിനെ നമ്മൾ മൈനസ് എൻ ക്യാപ്പ് ഇട്ടാൽ മതി. അപ്പൊ പ്ലസ് അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എഴുതും? μ0 I/2r2 മൈനസ് എൻ ക്യാപ്പ്. അപ്പൊ മൈനസ് ഇവിടെ വരും, എൻ ക്യാപ്പ്. മനസ്സിലായില്ല? നിങ്ങൾ പേടിച്ചു. എന്താണ്? എടാ, ഇന്നർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണണം, ഇന്നർ റിംഗ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണണം. നോക്കൂ, ഇതാണ് സാധനം. കറണ്ട് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പിടിക്കുക, അങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ അതിനെ ഞാൻ μ0 I/2r എന്നാണ് വെക്ടോറിയലി അങ്ങ് എഴുതി. അപ്പൊ ആർക്കും സംശയമില്ലല്ലോ. μ0 I/2r1 നിങ്ങളുടെ അടുത്തേക്ക്, അതിനെ ഞാൻ എൻ ക്യാപ്പ് എന്ന് വിളിച്ചു. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് എന്നുള്ളതാണ് എൻ ക്യാപ്പ്. പ്ലസ് അടുത്ത റിങ്ങിൽ കറണ്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിൽ കറണ്ട് പോകുന്നത് അങ്ങോട്ടാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് കണ്ടുപിടിക്കാൻ പിടിക്കുക, തമ്പ് കാണിക്കുന്ന അങ്ങോട്ടെന്നാണ്, ബോർഡിലേക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതും? പറയൂ. μ0 I/2r2 അങ്ങോട്ടാണ്. അപ്പൊ മൈനസ് എൻ ക്യാപ്പ്. ഓക്കെ, പ്രയാസമുണ്ടോ? അപ്പൊ ഈ രീതിയിൽ എടുക്കേണ്ടി വരും. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഈ മെത്തേഡാണ് നല്ലത്. ഇനി ഇതിനകത്ത് കോമൺ ഉള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ബ്രാക്കറ്റിനകത്തൊക്കെ ഇടാം. അതൊക്കെ നിങ്ങളുടെ വിഷയം, അത് നിങ്ങൾ ചെയ്യുക. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലിസൺ പ്രോപ്പർലി. ഹൗ മെനി റിംഗ്സ് ആർ ഹിയർ? 2 rings, concentric rings. See, currents are I and I, same currents. Then, so what is the next one? See, what is a magnetic field at the center? See, due to the first one, the magnetic field will be directed towards you. Okay, shall I consider it as μ0 I/2r1 n cap? Okay, no problem. Then due to the second also, there will be a magnetic field at the center. It is also directed towards you. So μ0 I/2r2 n cap. Okay, so this plus that. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. Then listen, again 2 concentric rings. The radius are r1 and r2. Then what is the magnetic field at the center? My question. So total magnetic field is equal to, see, μ0. See, due to the inner ring, magnetic field will be directed towards you. Due to the outer ring, the magnetic field will be into the plane of board. Am I right? So they are in the opposite direction. So general equation μ0 I/2r. So what is the magnetic field? Total magnetic field at the center, μ0 I/2r1 n cap. Then what is the next one? μ0 I/2r2 minus n cap. Okay, so that is a magnetic field at the center. Is it clear to you? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട കേസുകളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? എല്ലായിടവും ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന കേസുകൾ വന്ന് നമ്മളെ പ്രാന്താക്കും. നമ്മൾ നല്ല വെൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മുടെ കിളിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ വരിക. ഓക്കെ, വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.